Hi all, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Today we have our consultant physiotherapist Dr. Esther Gladys with us. നമുക്ക് കോമൺ ആയിട്ട് ഫിസിയോതെറാപ്പി റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് എന്നിവയൊക്കെ നമുക്കിന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ. ഹായ്, വെൽക്കം ടു സിപിഎം പ്രൊജക്ട്. ഹായ് മാം. നമ്മൾ ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ജനങ്ങളിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി മസാജിങ് പരിപാടിയാണ്. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് എസ്താന്ന് പറയാനുള്ളത്? ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു കോമൺ കാര്യമാണ്. അത് ജസ്റ്റ് ഒരു മസാജ് അല്ലേ, അല്ലെങ്കിൽ ഒരു എക്സസൈസ് തെറാപ്പി, അല്ലെങ്കിൽ ഒരു ചുമ്മാ എന്തൊക്കെയോ കൈയും കാലും പൊക്കുന്നു അനക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളല്ലേ എന്നൊരു ചിന്താഗതി എല്ലാവരിലും തന്നെ ഉണ്ടാവുന്ന ഒരു കോമൺ ഡൗട്ടാണ്. ശരിക്കും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിൽ എന്ന് പറയുന്നത് മസാജ് ടെക്നിക്സ് വരുന്നുണ്ട്, എക്സസൈസ് ടെക്നിക്സ് വരുന്നുണ്ട്. ഇത് രണ്ടും മാത്രമല്ല, നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പല പല അപ്രോച്ചസ് ഉണ്ട്. ഒരുപാട് ട്രീറ്റ്മെന്റ് കമ്പോസ് ചെയ്തിട്ടുള്ള ഫീൽഡാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആർക്കൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ നമ്മുടെ മസാജ് ടെക്നിക്സ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു എക്സസൈസ് വേണ്ടതെന്നുള്ളത് ആളുടെ കണ്ടീഷൻ റിലേറ്റ് ചെയ്തും ആളുടെ ബോഡി കണ്ടീഷൻ റിലേറ്റ് ചെയ്തുമാണ് ഇരിക്കുന്നത്. അല്ലാതെ ഏതൊരു പേഷ്യന്റ് വന്നാലും നമ്മൾ ആദ്യമേ കയറി ഒരു മസാജ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കേൾക്കുന്ന പോലെ ഓയിൽ മസാജോ റിലാക്സിങ് മസാജിങ്ങോ അതൊന്നും അല്ല നമ്മൾ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ചെയ്യുന്നത്. ഓരോന്നും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ആളുടെയും ബോഡി ഷേപ്പ്, അല്ലെങ്കിൽ അവരുടെ ബോഡി അനുസരിച്ച് അവരുടെ ഫിസിയോളജി അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ നിസ്സാരമായിട്ട് ഈ എക്സസൈസ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് പറയുന്ന മസാജ് അല്ലേ എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് ഫിസിയോളജിക്കൽ എഫക്ട്സ് ഉണ്ട്. നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന സോഫ്റ്റ് ടിഷ്യൂസിൽ ഉണ്ടാവുന്ന കുറേ ഇഷ്യൂസ്, ഇപ്പം ബാക്ക് പെയിൻ ഒക്കെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നു. അത് ജസ്റ്റ് ഒരു ഫേഷ്യൽ ടൈറ്റ്നസ് കാണാൻ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, മസിൽ ടൈറ്റ്നസ് കാണാൻ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ മസാജ് തെറാപ്പി കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ്, സ്ട്രെച്ചിങ് പോലെയുള്ള എക്സസൈസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവരുടെ സോഫ്റ്റ് ടിഷ്യൂസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിമുലസ് നമ്മളെ ബോഡിയിൽ ആക്ച്വലി കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഓയിൽ മസാജോ അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി റിലാക്സിങ് മസാജോ അല്ല നമ്മൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നത്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി പേഷ്യൻസ് എന്ന് പറയുന്ന വേറൊരു കൺഫ്യൂഷൻ, ഫിസിയോതെറാപ്പി ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് എന്ന് പറയാറുണ്ട്. അവർക്ക് അഫോർഡബിൾ അല്ല. മാത്രമല്ല ഒറ്റ സെഷനിലൊന്നും പരിപാടി കഴിയുന്നില്ല. ഒരു മേ ബി 1 വീക്ക് എടുക്കുന്നുണ്ട്, ചിലർക്ക് 14 ദിവസം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റീസണബിൾ ആക്കാൻ കഴിയും? ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും ഒരു കോസ്റ്റ് ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു റേറ്റ് ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ടെക്നിക്സ് മാത്രം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അത് മാത്രം കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡേ അല്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വരികയാണ്, അത് ഏതൊരു കേസും ആയിക്കോട്ടെ. ഒരു പേഷ്യന്റ് നമ്മുടെ ക്ലിനിക്കിൽ ഫസ്റ്റ് ഡേ വരുന്നു. ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് പെയിൻ ആയിരിക്കും. വളരെ വേദനയാണ്, എന്തായാലും വളരെ വേദന ആയതുകൊണ്ടാണല്ലോ അവർ വരുന്നത്. സോ ഫസ്റ്റ് എന്ന് അവരുടെ പ്രിഫറൻസ് ഉറപ്പായിട്ടും പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യുന്നതും അവരുടെ പെയിൻ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ പെയിൻ വന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പെയിൻ്റെ റൂട്ട് കോസ്, ഓക്കെ, അത് നമ്മൾ പിന്നീട് നമ്മൾ ഫസ്റ്റ് അസസ്മെന്റിൽ തന്നെ അത് നമ്മൾ അനലൈസ് ചെയ്താലും ഫസ്റ്റ് ഡേയിൽ നമ്മൾ പെയിന് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് നമ്മൾ ഓരോ ദിവസവും അവർക്ക് പിന്നെ ആ പെയിൻ വരാതിരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ ആ റൂട്ട് കോസ് പിന്നെ ഒക്കർ ആവാതിരിക്കാൻ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്യുന്ന അതേ ട്രീറ്റ്മെന്റ് അല്ല നമ്മളൊരു ത്രൂ ഔട്ട് 1 വീക്ക്, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരാഴ്ച കൂടി പോകുന്നു, അല്ലെങ്കിൽ 14 ദിവസം ആകുന്നു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഒരു തോട്ടുണ്ട്. അതിന്റെ കാരണം അവരുടെ ബോഡി അത്രയും ഡീകണ്ടീഷനിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ ബോഡി അത്രയും അഫക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ദിവസം എടുക്കുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ ഈ 14 ദിവസം നമ്മൾ ഒരേ കാര്യമല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് രീതി, അവരുടെ ആ കണ്ടീഷൻ പിന്നെ അവർക്ക് വരരുത് എന്നുള്ള ഒറ്റ എയിമിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മാനുവൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും നമ്മളൊരു പർട്ടിക്കുലർ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു ഡിപ്പെൻഡിൽ നമുക്ക് ഒരിക്കലും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ജഡ്ജ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് ചിലവർക്കെങ്കിലും അറിയാവുന്നത്, നമ്മളൊരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മളൊരു നീ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും
സർജറീസ് ഒക്കെ കഴിയുമ്പോൾ നോർമലി ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുമ്പോഴാണ്. ചിലർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാൽ തന്നെയും 2-3 ഡേയ്സ് പോയിട്ട് ഫിസിയോതെറാപ്പി പതിയെ ക്വിറ്റ് ചെയ്ത് പോകാറാണ് പതിവ്. ഒരു പോസ്റ്റ് സർജിക്കൽ റിപ്പയറിൽ ഫിസിയോതെറാപ്പിയുടെ റിക്കവറിയിൽ ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രമുണ്ട്? ശരിക്കും ഇപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ എനിക്കും പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ACL ഇഞ്ചുറി, അതായത് ഒരു അത്ലറ്റിന്, ഒരു സ്പോർട്സിലുള്ള ഒരാളിന് ഒരു ACL ഇഞ്ചുറി സംഭവിച്ചെന്നിരിക്കട്ടെ. അപ്പൊ അവർക്ക് ശരിക്കും അവരുടെ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് വീണ്ടും അവർക്ക് ആ ഒരു കളിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്താണോ അവരുടെ ഒരു പാഷൻ, ആ പാഷനിലേക്ക് വീണ്ടും അവർക്ക് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ റോൾ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് അവരെ ആ ഒരു പാഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, എഗെയിൻ അവരെ ലൈഫിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. അതിന് ഉറപ്പായിട്ടും നമ്മുടെ ഒരു പോസ്റ്റ് സർജിക്കൽ ഡേയ്സിൽ ഫിസിയോതെറാപ്പി നീഡഡ് ആണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു സർജറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇറങ്ങി നടക്കുകയോ ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് നമ്മൾ എന്തായിരിക്കും, റെസ്റ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ ബെഡ് റിഡൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്പ്ലിന്റ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും, കാസ്റ്റ് എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ജോയിന്റ് മൂവ്മെന്റ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കാസ്റ്റ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ പഴയതുപോലെ ചെയ്ത് അത്രയും റേഞ്ച്, ഇപ്പൊ എൻ്റെ കൈ ഇത്രയും മടങ്ങുന്നുണ്ട്, പക്ഷെ ഒരു ഇഞ്ചുറിക്ക് ശേഷം എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ലിമിറ്റേഷൻസിനെ അവർക്ക് മാറ്റിയിട്ട് അവരെന്താണോ ആക്ടിവിറ്റി ചെയ്തോ, അവരുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ആക്ടിവിറ്റി അവർ ചെയ്തോ അതിലേക്ക് അവരെ നയിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫിസിയോതെറാപ്പി വേണം. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് പെയിൻ കുറയ്ക്കും. നമ്മളൊരു മെഷീൻസ് എന്തെങ്കിലും ചെയ്ത് പെയിൻ ഒന്ന് കുറഞ്ഞാൽ അവർ പറയാം, ഞങ്ങൾക്ക് ഇനി വീട്ടിൽ പോയി എക്സസൈസ് പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ വീട്ടിൽ ചെയ്തോളൂ, ഇതൊക്കെ തന്നെയാണല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 2-3 ഡേയ്സ് കഴിയുമ്പോൾ ഇവർ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് അങ്ങ് ക്വിറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി ഇവർ കറക്റ്റായിട്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. കറക്റ്റായിട്ടുള്ള രീതിയിലാണോ ഇവർ വെയിറ്റ് എടുക്കുന്നത്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്നും നമ്മൾക്കും അറിയത്തില്ല. പക്ഷെ ഇൻ കേസ് അവർ മിസ്റ്റേക്ക് ചെയ്താലും ബ്ലെയിം വരുന്നത് നമുക്കായിരിക്കും, പക്ഷെ അവർ ട്രീറ്റ്മെന്റ് എടുക്കാനും എന്ത് ചെയ്യും, മടിക്കും. അപ്പൊ അതിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു പർട്ടിക്കുലർ റീഹാബിലിറ്റേഷൻ പീരീഡ് ഉണ്ട്, ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ട്. അത്രയും ദിവസം നമ്മൾ ഉറപ്പായിട്ടും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. നമ്മൾ ഇതിലേ ഒരു കംപ്ലീറ്റ് സെഷൻ എടുത്തു കഴിഞ്ഞു, ഒരു കണ്ടീഷൻ ഉണ്ട്, കംപ്ലീറ്റ് സെഷൻസ് എടുത്തു കഴിഞ്ഞു, ഇത് നമ്മൾ ഹോം വർക്കൗട്ട് പറഞ്ഞു കൊടുത്തു, ഹോം സെഷൻസും അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? ഓക്കെ, ഇതില് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം. അഗെയിൻ ഒരു നെക്ക് പെയിൻ കണ്ടീഷൻ നമുക്ക് വരികയാണ്, അതൊരു കണ്ടീഷനല്ല, ഒരു നെക്ക് പെയിൻ കേസ് നമുക്ക് വരികയാണ്. അപ്പൊ നമ്മൾ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവർക്ക് ആ നെക്ക് പെയിൻ വന്നു? ഒന്നുകിൽ അവർ ഹാബിറ്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തോ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഇഞ്ചുറി കാരണം പെയിൻ വരാം. അപ്പൊ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പർട്ടിക്കുലർ പെയിൻ വന്നത് എന്നുള്ളത് നമ്മളൊരു റൂട്ട് കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കംപ്ലീറ്റ് സെഷൻസ് കഴിഞ്ഞ് ഹോം എക്സസൈസും കഴിഞ്ഞ് അവരുടെ മിസ്റ്റേക്ക്, ഇപ്പോൾ ഒരു ഹാബിച്വൽ നെക്ക് പെയിൻ ആണ് അവർക്ക് വന്നിട്ടുണ്ടെന്നെങ്കിൽ ആ ഹാബിറ്റ്സിനെ നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല ഒരാളിനോട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫോൺ യൂസ് ചെയ്യുന്നതിന് മെത്തേഡ്സ് മാറ്റി പറഞ്ഞു കൊടുക്കാം. അവരിപ്പം നമ്മളിങ്ങനെ കൂനി ഇരുന്നാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതല്ലാതെ പിന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള എർഗണോമിക്സ് പാർട്ട് നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ വരുന്നുണ്ട്. അപ്പോൾ എർഗണോമിക് കറക്ഷൻ നമ്മൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ റിലേറ്റ് ചെയ്ത് വരുന്ന കേസസിനെ അങ്ങനെ എർഗണോമിക് കറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഹെയർ, നമ്മളൊരു പുതിയൊരു ഹെയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ സ്ട്രെയിൻ ആവുന്നുണ്ട്, എൽബോ സ്ട്രെയിൻ ആവുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് ഞാൻ അത് അനലൈസ് ചെയ്ത് അത് അവരെടുത്ത് ഇതിനെ റിമൂവ് ചെയ്യാം. അപ്പൊ എനിക്ക് മുട്ടയടിക്കാൻ പറയാനും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് സജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് റീഒക്കറൻസ് കുറവായിരിക്കും. ഓക്കെ, രണ്ടാമത് വരുന്ന കാര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞത് ബാക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ രണ്ടാമത് വേറൊരു, ഇപ്പം ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ നീ പെയിൻ, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ടല്ലോ. അതിന്റെ റീഒക്കറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും ഒരു എക്സാമ്പിൾ ഇത് തന്നെ നമുക്ക് IVDP ഡിസ്ക് പ്രൊലാപ്സിന്റെ കാര്യം തന്നെ എടുക്കാം. ഈ ശരിക്കും ആ കണ്ടീഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ എന്തെങ്കിലും ഇംപ്രോപ്പർ ആയിട്ട് ബെൻഡ് ചെയ്തെടുക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ട്രിക്കി മൂവ്മെന്റ് ചെയ്യുന്ന സമയത്തോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ജോയിന്റിനെ പിടിച്ചു നിർത്തുന്നത് അതിന്റെ മസിൽസും ലിഗമെന്റ്സ്, സോഫ്റ്റ് ടിഷ്യൂ എല്ലാവരും ഹെൽപ്പ് ചെയ്താണ് ഒരു പർട്ടിക്കുലർ ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്നത്.
ഈ സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൽ വീക്കൻ സംഭവിക്കുമ്പോൾ ജോയിന്റിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി നഷ്ടമായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മൾ എക്സസൈസ് ഈ ഒരു ട്രീറ്റ്മെന്റ് സെക്ഷന്റെ സമയത്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പറയുന്നു, പെയിൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പിന്നെയും അത് വരാതിരിക്കാനുള്ള എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, വീട്ടിൽ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാം ഓക്കെ. എഗെയിൻ അവര് എന്തെങ്കിലും മിസ്റ്റേക്ക്ലി ഇപ്പോൾ ട്രിക്കി മൂവ്മെന്റ് എഗെയിൻ ചെയ്തു, പക്ഷെ അവർക്ക് വീണ്ടും IVDP വരാതിരിക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത്, ഞാനൊരു ഹോം എക്സസൈസ് പറയുകയാണ്, ഇപ്പോൾ ഒരു 1 മന്ത് നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതല്ല. നമ്മുടെ ജനറൽ ബോഡി കണ്ടീഷനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഗുഡ് ആയിരിക്കും. ഇപ്പൊ പറയാം, നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സെയിം ഈ കാരണമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സോഫ്റ്റ് ടിഷ്യൂസ് വീക്കാവുന്ന സമയത്താണ് ജോയിന്റിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നതെന്ന് പറഞ്ഞു. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ജനറലിലുള്ള ഫിറ്റ്നസ് എക്സസൈസുകൾ നമ്മൾ തന്നെ ആദ്യം കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, നമ്മൾ ചെയ്യിക്കും, അത് കറക്റ്റായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ എർഗണോമിക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിലും ഒരു സാധനം കുനിഞ്ഞെടുക്കുന്നതിലും എർഗണോമിക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എന്താ പറയുക IVDP കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ, അപ്പം അതിൽ ബാക്ക് സ്ട്രെയിൻ ആവാത്ത രീതിയിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പ്ലസ് നമ്മൾ ജനറൽ ഫിറ്റ്നസ് അവസാനം വരെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കണ്ടീഷൻസും റീഒക്കർ ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് മാത്രം ടാബ്ലറ്റ് കഴിച്ച് കുറയ്ക്കുന്നത് പോലത്തെ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല.